ജയ് ശ്രീരാം. നാളത്തെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നുണ്ട്, ദയവായി ഒന്ന് കാണുക. പിന്നെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, അതും ഫ്രീ ആയിട്ട് അല്ലേ, നിങ്ങൾക്കൊന്നും മുതൽ മുടക്കില്ലല്ലോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് തന്നെ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളി ജപം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പൂജാ റൂം ക്ലീൻ ചെയ്ത് വിളക്ക് കൊളുത്തുക. 5 തിരിയുള്ള വിളക്ക്. നാളെ ദ്വാദശിയാണല്ലോ, അപ്പം ഏകാദശി എടുത്തവരും കുറേ പേര് കാണത്തില്ലേ. അപ്പം ദ്വാദശിയുടെ ഇതുകൊണ്ട് നിങ്ങൾക്ക് പാരണ ചെയ്യേണ്ട സമയം രാവിലെ ആണ് 7:15 മുതൽ. അപ്പോൾ നിങ്ങൾ പാരണം ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ 1 മണി വരെ ഞാൻ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷമേ ഞങ്ങൾ പാരണം ചെയ്യുന്നുള്ളൂ. അപ്പോൾ 7:15 ദ്വാദശി 7:15 വരെയുണ്ട് വൈകിട്ട്. അപ്പം നമുക്ക് എപ്പോഴാണെങ്കിലും പാരണം ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ളവർ ചെയ്യുക. അപ്പം വിളക്ക് കൊളുത്തുക, 5 തിരിയിട്ട് നെയ് വിളക്ക് തന്നെ കൊളുത്തുക. ഓക്കെ, പിന്നെ അതിനുശേഷം പുഷ്പം എന്തെങ്കിലും നിങ്ങൾക്ക് പൂ ഉള്ളത് നിങ്ങൾക്ക് സമർപ്പിക്കാം. അതുപോലെ തന്നെ അഗർബത്തി, കർപ്പൂരം എല്ലാം കത്തിച്ച് നിങ്ങൾക്ക് ആരതി ഒഴിക്കാൻ നിങ്ങൾക്ക് അറിയാവുന്ന അതുപോലെ തന്നെ സരളമായിട്ട് നിങ്ങൾ പൂജ ചെയ്യുക. ഓക്കെ, പിന്നെ വിളക്ക് അണയാതെ 1 മണി വരെ വയ്ക്കുക. ഓക്കെ, 5 തിരി ചെറിയ തിരി ഇട്ടാൽ മതി, വലിയ വണ്ണമുള്ളത് ഇടണ്ട. അപ്പോഴത്തേക്ക് അങ്ങനെ ചെറുതായിട്ടതങ്ങ് കത്തി നിന്നോളും. ഓക്കെ, 1 മണി ആകുമ്പോഴത്തേക്ക് നമ്മുടെ പ്രാണപ്രതിഷ്ഠ എല്ലാം കഴിഞ്ഞിരിക്കും. ഈ പ്രാണപ്രതിഷ്ഠയുടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ പോയി കാണാൻ ശ്രമിക്കണം. ഓക്കെ, ഇത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് പൂവെല്ലാം സമർപ്പിച്ച് അത് കഴിഞ്ഞ് ആരതിയെല്ലാം ഒഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പാദം നമസ്കാരം ചെയ്യണം. എപ്പോഴും നിങ്ങൾ പൂജ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പാദം നമസ്കാരം ചെയ്യണം. എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണെങ്കിൽ, പുരുഷന്മാരാണെങ്കിൽ സാഷ്ടാംഗ പ്രണാമവും പിന്നെ നമസ്കാരവും, സ്ത്രീകൾ പാദ നമസ്കാരം എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തി നിന്നിട്ട് കൈ കൊണ്ട് തൊഴുത് ചെയ്യത്തില്ലേ, അങ്ങനെ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് മന്ത്രങ്ങൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നാളെ തീർച്ചയായിട്ടും ഈ 5 മന്ത്രങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചൊല്ലണം. വീട്ടിലെ കുട്ടികളെയും കൂട്ടത്തിലിരുത്തുക. ഓക്കെ, വീട്ടുകൾക്ക് അവധിയാണെങ്കിൽ കുട്ടികളെ ഇരുത്തിയിട്ട് നിങ്ങൾ നാളെ നാമം ജപിക്കണം. അല്ലാത്തവർ വൈകിട്ടാണെങ്കിലും ജപിക്കുക, രാവിലെ വൈകിട്ട്. ഓക്കെ, പ്രാണപ്രതിഷ്ഠ സമയത്തിന് നിങ്ങളിത് നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും കാണുമല്ലോ. പിന്നെ നിങ്ങൾക്ക് അന്നത്തെ നാളെ രാവിലെ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പ്രതിഷ്ഠാ സമയത്തിന് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ മന്ത്രമാണ് രാമ എന്നുള്ള പേര് തന്നെ, നാമം തന്നെ നമുക്ക് അപാരമായ ശക്തി പ്രദാനം ചെയ്യുന്നതാണ്. ഓക്കെ, ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലെയും കൈകാര്യം ചെയ്തതിനുള്ള അപാരമായ ശാന്തതയും രോഗശാന്തിയും പ്രദാനം ചെയ്യുന്ന നാമമാണ് രാമനാമം. രാമ എന്ന് തന്നെ പറഞ്ഞാൽ മതി. ഓക്കെ, രണ്ടാമത്തത് ശ്രീരാമ ശരണം മമ. ഇത് സംരക്ഷണ മന്ത്രമാണ്. ശ്രീരാമ ശരണം മമ. ഓക്കെ, ഇതിൻ്റെ വിവർത്തനം ഞാൻ ശ്രീരാമനിൽ അഭയം നേടുന്നു എന്നാണ്. ഓക്കെ, അപ്പോൾ ശ്രീരാമ ശരണം മമ രണ്ടാമത്തെ മന്ത്രം. മൂന്നാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഓം രാമായ നമഃ. ഇത് ബീജമന്ത്രമാണ്. ഓക്കെ, ശ്രീരാമൻ്റെ ബീജമന്ത്രം ഓം രാമായ നമഃ. ഓക്കെ, രാമൻ്റെ നാമത്തിൽ ഒരാൾക്ക് ലഭിക്കുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ശക്തമായ ഒരു പോസിറ്റീവ് എനർജി തന്നെ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഇനി 4ാമത്തെ മന്ത്രമാണ്. അത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ത്രയോദശാക്ഷരി മന്ത്രം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. അപ്പോൾ ഈ മന്ത്രം ജപിക്കുക. പിന്നെ ഒടുവിലത്തെ മന്ത്രം വിഷ്ണു ബീജമന്ത്രം എന്ന് പറയുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ നമഃ. ഇത് വിഷ്ണു ബീജമന്ത്രമാണ്. അപ്പം ഭഗവാൻ ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണല്ലോ, 7ാമത്തെ അവതാരമാണ്. ഈ വിഷ്ണു മന്ത്രം ഭക്തർക്ക് വളരെയധികം ശക്തിയും സഹിഷ്ണുതയും നൽകുന്ന സർവശക്തിയുള്ള മന്ത്രമാണ്. ഈ മന്ത്രം ജപിക്കുന്നത് കൊണ്ട് മഹാവിഷ്ണുവിനെയും ഭഗവാൻ ശ്രീരാമനെയും പ്രതിനിധീകരിക്കുന്നത് കൊണ്ട് 2 പേരുടെയും എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതാണ്.
ശേഷം വൈകിട്ട് ഒരു 6 മണിയാകുമ്പോഴത്തേക്കും വീട്ടിലെ പൂജാ റൂമിൽ 5 തിരിയിട്ട വിളക്ക് തെളിയിക്കുക. ശേഷം പുറത്ത് കുറഞ്ഞത് 5 ചിരാകിൽ ദീപം തെളിയിക്കുക. അതിൽ കൂടുതലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നാമം ജപിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാകണം ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ ഫ്രീ ആയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്ത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സുകളെല്ലാം ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീറാം.